ഹായ്, അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരുപാട് പാരൻസിനും കോച്ചസിനും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ പ്രോപ്പർ എക്യുപ്മെന്റ്സ് അല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കുട്ടികളുടെ പെർഫോമൻസിനെ ബാധിക്കുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതും പ്രോപ്പർ എക്യുപ്മെന്റ്സ് എങ്ങനെ ചൂസ് ചെയ്യാം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ പെർഫോമൻസിനെ അത് ഒരുപാട് ബാധിക്കും. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി ബോളർ ഓടി വരുന്ന സമയത്ത് ബോൾ വാച്ച് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഹെൽമെറ്റ് കണ്ണിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, ഹെൽമെറ്റ് ലൂസ് ആണെന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിക്ക് ബോൾ വാച്ച് ചെയ്യുന്നതിനെ ഒരുപാട് ബാധിക്കും. അതുപോലെ തന്നെ പാഡ് കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് ഓടുന്ന സമയത്ത് ആ കുട്ടിയുടെ പാഡ് വലുതായതുകൊണ്ട് ഓടാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യാം. ആ സമയത്ത് ആ കുട്ടി റൺഔട്ടായി പോവാം. അതുപോലെ കുറേ സിറ്റുവേഷൻസ് നമ്മൾ ഇന്ന് ക്രിക്കറ്റിൽ കാണുന്നുണ്ട്. സോ പ്രോപ്പർ എക്യുപ്മെന്റ്സ് എങ്ങനെ ചൂസ് ചെയ്യാന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അത് പ്രോപ്പർ ആണെങ്കിൽ തന്നെ കുട്ടികൾക്ക് ഒരുപാട് കംഫർട്ട്നെസ് അവരുടെ സെഷൻസിൽ അവർക്ക് കിട്ടും. സോ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇത് നമ്മുടെ അക്കാഡമിയിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്, ഷെഫിൻ എന്നാണ് പേര്. സോ ഷെഫിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ എക്യുപ്മെന്റ്സ് എങ്ങനെ ചൂസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഹെൽമെറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹെൽമെറ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഐബ്രോസ് എന്ന് പറയും, നിങ്ങളുടെ പിരിയം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ പിരിയത്തിന്റെ തൊട്ട് മുകളിലായിരിക്കണം ഹെൽമെറ്റിന്റെ കറക്റ്റ് ഫിറ്റിംഗ് വരേണ്ടത്. ഐബ്രോസിന്റെ മുകളിൽ കറക്റ്റായിട്ട് ഹെൽമെറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ചൂസ് ചെയ്യാം. ഇനി മറ്റ് കുറച്ച് പൊങ്ങിയാണ് നിൽക്കണമെന്നുണ്ടെങ്കിലും കുറച്ച് നമ്മുടെ ഐബ്രോസിന്റെ താഴേക്ക് ഹെൽമെറ്റ് ഇറങ്ങി വരുന്നുണ്ടെങ്കിലും ഹെൽമെറ്റ് കറക്റ്റ് ഫിറ്റിംഗ് അല്ല എന്നാണ് അർത്ഥം. സോ എപ്പോഴും ഹെൽമെറ്റ് ചൂസ് ചെയ്യുമ്പോൾ പിരിയത്തിന്റെ ലൈനിൽ തന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ വേറൊരു പ്രോബ്ലം വരുന്നത്, ഇവർ ബാറ്റിംഗ് സ്റ്റാൻസ് നിൽക്കുന്ന സമയത്ത് ഇവർ താഴേക്ക് നോക്കിയിട്ട് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ബോളർ ചെയ്യാൻ സമയത്ത് ബോളറെ വാച്ച് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഹെൽമെറ്റ് ഇവരുടെ കണ്ണിലേക്ക് ഇറങ്ങി വരുന്നതാണ്. സോ അങ്ങനെ ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രോപ്പറായിട്ട് ബോൾ വാച്ച് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അത് ഹെൽമെറ്റ് ലൂസ് ആണെന്നുള്ളതിൻ്റെ ഒരു സൈനാണ്. അത് മാത്രമല്ല, ഹെൽമെറ്റ് വെക്കുന്ന സമയത്ത് ഇവർ തലയുടെ രണ്ട് സൈഡിൽ പെയിൻ വരും. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഹെൽമെറ്റ് വെക്കുന്നുണ്ടാണ്. ടൈറ്റ് ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡിന്റെ രണ്ട് സൈഡിലും ഒരു ചെറിയ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതിന്റെ ഒരു പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അത് ഉണ്ടോന്നും കൂടി കുട്ടികളോട് ചോദിക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐബ്രോസിന്റെ ലെവലിലായിരിക്കണം ഹെൽമെറ്റ് ഇരിക്കേണ്ടത്. ഹെൽമെറ്റ് തല താത്തിയിട്ട് തല പൊക്കുന്ന സമയത്ത് അവരുടെ കണ്ണിലേക്ക് ഇറങ്ങി വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവരുത്. പിന്നെ സൈഡിൽ ടൈറ്റ് ആണോ, ഓവറായിട്ട് ടൈറ്റ് ആയിട്ട് ഇരുന്നത് ഹെഡ് വേന എടുക്കണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ കൺഫേം ചെയ്യുക. ഇങ്ങനെയാണ് ഹെൽമെറ്റ് ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബാറ്റിംഗ് ഗ്ലൗ എങ്ങനെ ചൂസ് ചെയ്യണമെന്നാണ്. ബാറ്റിംഗ് ഗ്ലൗവിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഏറ്റവും സ്മോൾ ഫിംഗറിന്റെ എൻഡിൽ ഒരുപാട് സ്പേസ് കിടക്കണ്ടോ, ഗ്ലൗ ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൗ വലുതാണെന്നാണ് അർത്ഥം. സോ എപ്പോഴും സ്മോൾ ഫിംഗർ ചെക്ക് ചെയ്ത് തന്നെ നിങ്ങൾ ബാറ്റിംഗ് ഗ്ലൗ ചൂസ് ചെയ്യാൻ നോക്കുക. ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് കുഴപ്പമില്ല. ഭയങ്കരമായിട്ടുള്ള സ്പേസ് കിടക്കുന്നുണ്ടെങ്കിൽ ഗ്ലൗ ലൂസ് ആണെന്നാണ് അർത്ഥം. സോ ഗ്ലൗ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാൻ നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലെഗ് ഗാർഡാണ്. ലെഗ് ഗാർഡ് ചൂസ് ചെയ്യുമ്പം എപ്പോഴും നിങ്ങളുടെ ലെഗ് ഗാർഡിൽ ഇവിടെ ക്രോസ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും, നിങ്ങളുടെ നീസിന്റെ ലെവലിലായിട്ടുള്ള. ഇത് കറക്റ്റ് നീസിന്റെ ലെവലിൽ തന്നെ നിൽക്കണം. ഇതിന് താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാഡ് ചെറുതാണെന്നാണ് അർത്ഥം. അതിന് മുകളിലേക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നീസിന്റെ മുകളിലേക്ക് ഈ പാർട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാഡ് വലുതാണെന്നാണ് അർത്ഥം. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. സോ പാഡ് ചൂസ് ചെയ്യുമ്പോൾ, ലെഗ് ഗാർഡ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ക്രോസ് ആയിട്ടുള്ള പാർട്ട് നീസിന്റെ ലെവലിൽ തന്നെ നിൽക്കാനായിട്ട് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബാറ്റ് ചൂസ് ചെയ്യുമ്പോൾ ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ബാറ്റ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കുട്ടികൾക്ക് ബാറ്റ് ചൂസ് ചെയ്യുന്നതിന് നമ്മൾ ഏജ് വെച്ചിട്ട് സൈസ് നോക്കും. പക്ഷെ ചില കുട്ടികൾക്ക് ഏജ് വെച്ചിട്ട് നോക്കിയാലും കറക്റ്റ് ആയിരിക്കില്ല. കാര്യം ചില കുട്ടികൾക്ക് ചെറിയ ഏജിൽ തന്നെ നല്ല ഹൈറ്റും നല്ല സൈസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കുന്നത് അവരുടെ ഒരു ഹിപ്പ് ലെവല്, മാക്സിമം ഹിപ്പിന് മുകളിലേക്ക് ബാറ്റ് നിൽക്കാതിരിക്കാൻ നോക്കുക. ഹിപ്പിന് തീരെ താഴേക്ക് പോയാലും ബാറ്റ് ചെറുതാണെന്നാണ് അർത്ഥം. സോ ഏകദേശം ഒരു ഹിപ്പ് ലെവലിൽ നിന്ന് നിങ്ങൾ ബാറ്റ് ചൂസ് ചെയ്യാൻ നോക്കുക. അതൊരു കാര്യം. പിന്നെ ബാറ്റ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്റിന്റെ വെയിറ്റ്. ബാറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചൂസ് ചെയ്യുന്നത് ഇതുപോലെ ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ബാറ്റിന്റെ കംഫർട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത്. പക്ഷേ ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് പോലുള്ള വെർട്ടിക്കൽ ഷോട്ട്സ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ബാറ്റിന്റെ വെയിറ്റ് കംഫർട്ടബിൾ ആണ് എന്ന് പറയരുത്. കാര്യം കുട്ടികളെ കൊണ്ട് എക്രോസ് ഷോട്ട് ആയിട്ടുള്ള കട്ട് ഷോട്ട്, പുൾ ഷോട്ട് പോലുള്ള ഷോട്ടുകൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മാത്രമേ അവർക്ക് പെട്ടെന്ന് ബാറ്റ് ലിഫ്റ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും
ഇവരെ നമ്മൾ ഹൊറിസോണ്ടൽ ഷോട്ട്സ് എന്ന് പറയും. കട്ട് ഷോട്ട്, പുൾ ഷോട്ട്, സ്വീപ്പ് ഷോട്ട്, അങ്ങനെയുള്ള ഹൊറിസോണ്ടൽ ഷോട്ട്സ് ഇവരെ കൊണ്ട് പുതിയ ബാറ്റ് എടുക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യിച്ച് നോക്കാം. അവർക്ക് ഈസി ആയിട്ട് ബാറ്റ് ലിഫ്റ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ ബാറ്റ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ബാറ്റിന്റെ വെയിറ്റ് ചെക്ക് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ അതിന്റെ ഹൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എക്യുപ്മെന്റ്സിൽ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് വഴി ചോദിക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ.